ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല കുഞ്ഞു മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. ചെറിയ മത്തിയാകുമ്പോൾ അത് കറി വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് നമ്മൾ നല്ല പീരയാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇത് തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത്. ഈ ഒരു സൈസിൽ മൊത്തം ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ മുഴുവനായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പീരയ്ക്കാകുമ്പോൾ ഇത്രയും സൈസ് തന്നെ ധാരാളം മതി. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. മീനെല്ലാം പാകത്തിന് മുറിച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടുന്ന അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അരമുറി തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ഉള്ളി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് വേണ്ടത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 2 തണ്ട് കറിവേപ്പിലയാണ്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകണ്ട. കറിവേപ്പിലയും മസ്റ്റാണ്, എന്നാൽ മാത്രമേ അരപ്പിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അടുത്തതായിട്ട് വേണ്ടത് പച്ചമുളക് കീന്തിയതാണ്. എരിവ് എന്തോരം വേണോ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. പിന്നെ ഒരു മാങ്ങ തൊലി കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി എടുത്തതും കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് പീര തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീനിലേക്ക് ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് അരിഞ്ഞതാണ്. ഇതൊരു 6 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പീരയ്ക്ക് എപ്പോഴും എരിവിനനുസരിച്ചുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ പാകത്തിന് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പിൻ്റെ കൂടെ തന്നെ കറി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി മീനായതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കാനൊന്നും പറ്റില്ല. ഇളക്കി കഴിഞ്ഞാൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. കുറച്ചുകൂടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ച് ചാറ് ഉള്ളത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് നമ്മുടെ കറി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നാലും ചാറ് നമുക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇത് ഇളക്കുന്നതിന് പകരം ചുറ്റിച്ച് കൊടുത്താൽ മതി. ചെറുതായിട്ട് ചാറ് പറ്റുവോളം നമുക്കിത് മൂടി വെച്ച് തന്നെ ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇത് കറിയുടെ ചാറൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് പാകത്തിന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലപോലെ ചാറൊക്കെ പറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ചാറുണ്ടെങ്കിലും ചട്ടിയുടെ ചൂടടിച്ചതിന് അത് പാകത്തിന് പറ്റി വന്നോളും. നമ്മളിത് ഇനി അടുപ്പത്തുനിന്ന് വാങ്ങുവാണ്. ഇത് നമ്മുടെ മത്തി പീര അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. ബൈ.